ഒരു മിനിറ്റ്, കേരളവുമായി ബന്ധപ്പെട്ട് NDTV കൂടി വരികയാണ്. അവിടെ LDF 58 മുതൽ 68 വരെ UDF ആണ് ഭരിക്കുന്നതെന്ന് പറയുന്നു. UDF-ന് ഭരണം കിട്ടും. 75 മുതൽ 85 വരെ UDF, 55 മുതൽ 65 വരെ LDF, BJP-ക്ക് 3 സീറ്റ് വരെ. ഇതാണ് NDTV-യുടെ പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യയുടെ മറ്റൊരു സ്റ്റഡി കൂടിയുണ്ട്. കേരളത്തിൽ UDF-ൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകും എന്നൊരു ചോദ്യം അവർ ഈ സർവേക്കൊപ്പം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ 21 പേർ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. 21% പേർ. രമേശ് ചെന്നിത്തല 8% പേർ, KC വേണുഗോപാൽ 3% പേർ, ശശി തരൂർ 1%. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് 33% പേർ ഈ സർവേയിൽ വോട്ട് ചെയ്തിരിക്കുന്നു. അതായത് കേരളത്തിൽ പറയുന്നു UDF ആയിരിക്കും അധികാരത്തിലേക്കെന്ന്. പീപ്പിൾസ് പൾസിന്റെ സർവേ, ഒപ്പം NDTV സർവേ പ്രകാരവും UDF അധികാരത്തിലേക്കെന്ന്. അതായത് സർവേ അനുസരിച്ചും NDTV സർവേ അനുസരിച്ചും ഇപ്പോൾ പുറത്തു വന്ന 2 സർവേകളിൽ UDF കേരളത്തിൽ 3 സർവേകളായി അനുസരിച്ച് UDF അധികാരത്തിലേക്ക് എന്നുള്ളതാണ്. അതിൽ പക്ഷേ ഏറ്റവും ക്ലിയർ ആയ മാൻഡേറ്റ് പറയുന്നത് NDTV മൈ ആക്സിസ് ആണ്. NDTV മൈ ആക്സിസ് സർവേ പ്രകാരം 85 മുതൽ 75 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ളതാണ്. 75 മുതൽ 85 സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നത് 71 മുതൽ 79 വരെ എന്നാണ്. അത് നെക്ക് ടു നെക്ക് ആണ്. പീപ്പിൾസ് സർവേ പ്രകാരം നെക്ക് ടു നെക്ക് ആണ്. പീപ്പിൾസ് പൾസ് പ്രകാരം നെക്ക് ടു നെക്ക് ആണ് 71 മുതൽ 79 വരെ. പക്ഷെ നോക്കൂ, ഇതുവരെ പുറത്തു വന്ന 3 ഏജൻസികളും UDF-നായിരിക്കും അധികാരം എന്നുള്ള സൂചനയാണ്. 75 മേലെ തുടക്കം പറഞ്ഞിട്ടില്ല കേട്ടോ. 75 മേലെ എന്ന് പറഞ്ഞിട്ടില്ല. 75 മുതൽ 85 വരെ ഉണ്ട്. NDTV മാത്രം പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളൊന്നും രസകരമാണതല്ലേ. UDF-ൽ നിന്ന് VD സതീശനാണ് 21% കാര്യമുണ്ട് കേട്ടോ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ ആരാകണം എന്നുള്ള ചോദ്യത്തിന് VD സതീശൻ 21% കിട്ടുമ്പോൾ പിണറായി വിജയന് 33% ഉണ്ട്. പിണറായി വിജയന് 33%. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് KK ശൈലജയാണ്. പക്ഷെ 2% നോക്കൂ. അല്ല, അവിടെ പിണറായി വിജയൻ ഉള്ള സ്ഥലത്ത് KK ശൈലജ മുഖ്യമന്ത്രി ആവില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള വോട്ടിംഗാണ്. പക്ഷെ അവിടെ നോക്കൂ, VD സതീശൻ 21, രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3, ശശി തരൂരിന് 1, എനി കാൻഡിഡേറ്റ് ഫ്രം UDF 11, 21 to 29, 3, 32, 33, 44% എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈറ്റ് എഡ്ജ് UDF-നുണ്ട് എന്നുള്ളതാണ്. 44%. മറുഭാഗത്ത് പിണറായി വിജയന് 33, KK ശൈലജ 2, എനി കാൻഡിഡേറ്റ് ഫ്രം LDF 5, 33 2, 35 5, 40, 44% മുഖ്യമന്ത്രിമാരുടെ മാത്രം കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ. പക്ഷേ UDF-ൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചും അല്പം നെഞ്ചുവേദന ഉണ്ടാക്കിയേക്കാം. 3% KC വേണുഗോപാലിന് വോട്ട് ചെയ്തത്. അതെ. എന്ന് വെച്ചാൽ UDF അധികാരത്തിലെത്തിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മൈ ആക്സിസ് കേരള 21%. പീപ്പിൾസ് പൾസിൽ തമിഴ്നാടിൽ DMK ഭരണം, തുടർ ഭരണം ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ വന്ന സർവേകളിലൊക്കെ തമിഴ്നാടിന്റെ കാര്യത്തിൽ DMK-യുടെ തുടർ ഭരണം ആവർത്തിക്കുന്നുണ്ട്. എല്ലാ സർവേകളും DMK-യുടെ തുടർ ഭരണമാണ് പറയുന്നത്. പക്ഷേ GVK-യുടെ റോൾ കൂടി അറിയേണ്ടിയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ കേരളത്തിൽ വോട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണക്കുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 45% പേർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. പുരുഷന്മാർ, സ്ത്രീകളിൽ 43% പേർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്നു. അതേസമയം LDF-ന് 37% പേർ പുരുഷന്മാർ, സ്ത്രീകളിലാണെങ്കിൽ 41% പേർ. സമുദായ കണക്കാണ്. 63% മുസ്ലിം വോട്ട് UDF-ന് അനുകൂലമായിട്ടും 31% LDF-ന് അനുകൂലമായിട്ടും മുസ്ലിം വോട്ട് ചേരും. ക്രിസ്ത്യൻ വോട്ട് അതുപോലെ 60% UDF-ന് അനുകൂലം, 34% LDF-ന് അനുകൂലം. ഓക്കെ, ജോഗ്രഫി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമ നഗരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് നോക്കിയാൽ UDF 44%, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 39 നിന്ന് 5%, 44% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു. നഗരങ്ങളിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 39 നിന്ന് 43% വോട്ട് വർദ്ധിപ്പിക്കുന്നു. LDF-ന് 40% കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ 38. അതാണ് നിലവിൽ മൈ ആക്സിസ് മൈ ഇന്ത്യ പീപ്പിൾ എംപവർമെന്റ് പ്ലാറ്റ്ഫോം അനുസരിച്ച് ആക്സിസ് മൈ ഇന്ത്യ കണക്കനുസരിച്ചുള്ള ഗ്രാമ നഗര വ്യത്യാസം LDF-നും UDF-നും. NDA-ക്ക് നോക്കൂ 14%, NDA 14% മാത്രം എന്നുള്ളതാണ്. ഏജ് വൈസ് വോട്ട് ഷെയർ കൂടി നോക്കുന്നത് രസകരമാണ്. ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് 18 മുതൽ 19 വയസ്സ് വരെയുള്ളവർ 51% UDF-നാണ്. LDF-ന് അത് 37%. 20 മുതൽ 29 വയസ്സ് വരെയുള്ളതിൽ 54% UDF-നും 33% LDF-നുമാണ്.
അടുത്തത് 30 മുതൽ 39, 43% UDF-നും 40% LDF-നും. 40 മുതൽ 49 വരെയിൽ 42% UDF-നും 34% LDF-നും. 50 മുതൽ 59, 41% UDF-നും. അവിടെ കൂടുതലാണ് LDF-ന്. 50 മുകളിൽ LDF-നാണ് മുൻതൂക്കം. പക്ഷേ വളരെ കൗതുകകരമായ കാര്യമുള്ളല്ലോ, കേരളത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഏത് മുന്നണിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നതുകൂടി നോക്കിയാൽ LDF-നെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതലാണ് എന്ന് കാണാം. 41% LDF-നെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ, 37% പുരുഷന്മാർ LDF-നെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇത് UDF-ലേക്ക് വരുമ്പോൾ 43% സ്ത്രീകൾ UDF-നെ പിന്തുണയ്ക്കുന്നു, 45% പുരുഷന്മാർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് കണക്ക്. BJP-യിലേക്ക് എത്തിയാൽ 13% സ്ത്രീകളെ പിന്തുണയ്ക്കുന്നുള്ളൂ, 15% പുരുഷന്മാരെ BJP അഥവാ NDA പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതാണ് മൈ ആക്സിസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു 3 ഏജൻസികളും നിലവിൽ പുറത്തു വരുന്ന 3 പ്രധാനപ്പെട്ട ഏജൻസികളും അത് ഇതുവരെ ഒരു ഏജൻസിയും LDF-ന്റെ തുടർ ഭരണം പ്രവചിച്ചിട്ടില്ല. രണ്ട് ഏജൻസികൾ ആണെങ്കിൽ പോലും അഡ്വാൻറ്റേജ് കേരളത്തിൽ, അതായത് സർവേകൾക്ക് വിരുദ്ധമായി എക്സിറ്റ് പോളുകൾ വരുമ്പോൾ UDF-ന് മുൻതൂക്കം നൽകുന്ന ഫലങ്ങളാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. CNN News 18 സർവേ ഫലങ്ങൾ പറയുന്നു വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലവും ഇതുവരെ 4 എണ്ണത്തിലും LDF-ന് തുടർഭരണം സാധ്യത പറയുന്നില്ല. കഴിഞ്ഞ തവണയും 4 ഏജൻസികൾ നെറ്റുനക്കാണ് പ്രവചിച്ചതെങ്കിലും കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന 4 ഏജൻസികളും UDF-ന് തുടർഭരണം പറയുന്നു. ക്ഷമിക്കണം, UDF അധികാരത്തിലെത്തും, അട്ടിമറി നേടും എന്ന് പറയുന്നു. ചാണക്യ സ്ട്രാറ്റജിയുടെ വന്നിട്ടുണ്ട്. അവിടെ FDMK-യാണ് എല്ലാ ഏജൻസിയും. 160 വരെ DMK ആണ്. 50 മുതൽ 65. TVK-യുടെ പ്രത്യേക എന്ന് പറയുന്നതിലാണ് TVK വരുന്നത്. CNN വോട്ട് ബൈയും പറയുന്നു UDF വരുമെന്ന്. അതായത് 5ാമത്തെ ഏജൻസി ന്യൂസ് 18 പറയുന്നു, CNN പറയുന്നു, NDTV പറയുന്നു, ഒപ്പം ഇന്ത്യ ടുഡേ പറയുന്നു. 4 ഏജൻസിയും പറയുന്നു. 5 ഏജൻസികളും UDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. അതിൽ NDTV 75 മുതൽ 80. KC വേണുഗോപാൽ വിശ്വസിക്കുമോ എന്തോ എക്സിറ്റ് പോളിൽ? അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ കേരളത്തിൽ വിശ്വസിച്ചാൽ ആസാമിൽ തെറ്റും, ആസാമിൽ വിശ്വസിച്ചാൽ കേരളത്തിൽ തെറ്റും. ആ അവസ്ഥയാണ്. ആസാമിൽ കോൺഗ്രസിന് ദയനീയ പരാജയം ഉണ്ടാകുമെന്നും അവിടെ ഹിമന്ത് ബിശ്വ ശർമ്മയും NDAയും തുടർഭരണത്തിലേക്ക് പോകുമെന്നും പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് അവിശ്വസനീയമായ വിധം പുറത്തു വന്നിരിക്കുന്ന എല്ലാ ഏജൻസികളും ഇപ്പോൾ NDAക്ക് വെസ്റ്റ് ബംഗാളിൽ അട്ടിമറി വിജയം എന്നുള്ളതാണ്. അവിടെ മമതാ ബാനർജി തോറ്റുപോകും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ ഏജൻസി പോലും ഈ നിമിഷം വരെയും LDF-ന് തുടർഭരണം പ്രവചിച്ചിട്ടില്ല. നിലവിൽ 4 ഏജൻസികളും പ്രവചിക്കുന്നത് UDF-ന് തുടർഭരണമാണ്. ഒരൊറ്റ ഏജൻസി NDTV മാത്രമാണ് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ പറയുന്നത് 75 മുതൽ 85 വരെ നേടിയേക്കാം. നെക്ക് ടു നെക്ക് എന്നതല്ല NDTV-യുടെ കണക്ക് പ്രകാരം 85 സീറ്റുകൾ വരെ. പക്ഷെ നോക്കൂ, 85-നും അപ്പുറത്തേക്ക് ഇതുവരെ ഒരൊറ്റ ഏജൻസിയും പ്രവചിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ഏജൻസികളും UDF ട്രെൻഡ് എന്ന് പറയുന്നു. എവിടെയും 3ാം തുടർഭരണം പ്രവചിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. ഈ അസമിൽ സുനിൽ ഇപ്പോൾ ഈ ഗൗരവ് ഗൊഗോയുടെ പ്രകടനം ഒന്നും ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നാണ്. ആക്സിസ് മൈ ഇന്ത്യ UDF-ന് 78 മുതൽ 90 വരെ സീറ്റുകൾ നേടിയേക്കാം കേരളത്തിൽ. കേൾക്കുന്നത് ഏറ്റവും ആധികാരികമെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒന്നാണ് ആക്സിസ് മൈ ഇന്ത്യ. ഞാൻ എന്റെ പ്രവചനത്തിന് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. 78 to 90. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ പ്രവചനം ഹരിയാനയിൽ നടത്തി. അതിനുശേഷം പിന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു അദ്ദേഹം കരയുന്ന ചിത്രം. ഈ ദിവസം ഓർക്കേണ്ട ചിത്രം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കേരളത്തിൽ ഭരണമാറ്റമെന്ന ആക്സിസ് മൈ ഇന്ത്യ അല്പം ആശ്വാസത്തോടെ ഇരിക്കാനുള്ള ഫലങ്ങളാണ് വരുന്നില്ല. അപ്പുറത്തൊരു മൗനം. ഇതിന് മറുപടി ഇത്രയേ ഉള്ളൂ. ആക്സിസ് മൈ ഇന്ത്യ മുതലാളിന്റെ അവസ്ഥ തന്നെയാണ് പറയാനുള്ളൂ. കാര്യം അവിടെ നിന്ന് കരയാൻ പറ്റില്ലല്ലോ. കാരണം എന്തുകൊണ്ട് അല്ല, മുതലാളിമാർക്കെല്ലാം ഇങ്ങനെയാണോ? അതുകൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം, എല്ലാ സർവേകളും ഇടതുപക്ഷത്തിന് 60 സീറ്റിലധികം കൊടുക്കുന്നുണ്ട്. 60 സീറ്റിലധികം. നോക്കൂ, ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ മുതൽ 62 വരെ സീറ്റ്. ഇത് നോക്കൂ, ഇതിൽ ഇപ്പോ നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് UDF തരംഗമാണോ എന്ന്. ഒരു തരംഗം ഉണ്ടായാലേ ഈ പറയുന്നത്, അതായത് എവിടെ നിന്നാണ് വരേണ്ടത്? 42-ൽ നിന്നാണ് വരേണ്ടതെന്ന് ആലോചിക്കണം. സ്വാഭാവികമായും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമാണ്
കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുകളിൽ പോലും UDF-ന് വരാൻ കഴിയുന്നത്. അല്ലല്ല, അതിന് തരംഗം എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുമ്പിൽ ഗ്രൂപ്പ് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ICPL ഫലവും UDF-ന് അനുകൂലം. കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു വലിയ മാർജിൻ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ തരംഗം. ഞാൻ എന്താ പറയുന്നത്? അതായത് ഇപ്പം 2011 സമാനമായ ഒരു സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ ശരി, അത് നെക്ക് ടു നെക്ക് ആയിരുന്നല്ലോ. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 2011 UDF വന്നത് വലിയ പരാജയത്തിൽ നിന്നാണ്. അല്ല, 2011 ഇലക്ഷൻ റിസൾട്ടിന് സമാനമായ റിസൾട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ ഇതിപ്പോ 42 നിന്ന് വരണമെങ്കിൽ മേജർ ഷിഫ്റ്റ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ല, UDF-ന് 2011 ഉണ്ടായിരുന്നത് തരംഗമല്ല. UDF-ന് 2011 തരംഗം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ റിസൾട്ട് ബേസിൽ നിന്നാണ് ഇത്തവണ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ശരി, ഇത് വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ UDF-ന് അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും നേടി വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അതിൽ തർക്കിക്കാനൊന്നുമില്ല. അല്ല, തരംഗം എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അപ്പുറം ഒരു മിനിമം 15 മുതൽ 20 സീറ്റുകൾ വരെ അവിടെ നേടണം. ഇവിടെ ആകെ പ്രവചിച്ചിരിക്കുന്നത് മൈ ആക്സിസ് മാത്രമാണ് ഒരു തരംഗം. NDTV പറഞ്ഞു പരമാവധി 85 വരെ. LDF 60 മുതൽ 65 വരെ സീറ്റ്, UDF 72 മുതൽ 80 വരെ സീറ്റ്, BJP 3 മുതൽ 7 വരെ. ഒരുപക്ഷെ BJPക്ക് ഇത്രയും കൂടുതൽ സീറ്റ് നൽകുന്ന കേരള UDF-ന് 70 മുതൽ 80 വരെ പറയുന്നു, LDF-ന് 58 മുതൽ 68 വരെ പറയുന്നു, NDA-ക്ക് 4 വരെ സീറ്റ്. കഴിഞ്ഞ തവണത്തെ ഓർക്കണം, കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളിൽ NDA-ക്ക് എല്ലായിടത്തും അക്കൗണ്ട് തുറക്കുന്ന 4, 6 കണക്കുകൾ വന്നിരുന്നു. ഒന്നുപോലും ഉണ്ടായിട്ടില്ല. 2006-ൽ UDF-ന് 42 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 41 സീറ്റ്. അവർ 2011 അധികാരത്തിൽ വരുന്നത് 72 സീറ്റുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന്റെ വ്യത്യാസം 2006. അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. 2011 എന്താണോ സംഭവിച്ചത് അതേ ട്രെൻഡാണ്. അപ്പം ഞാൻ നോക്കുന്നതിനകത്ത് 4 എണ്ണത്തിൽ വന്നതിനകത്ത് 5 എണ്ണത്തിൽ വന്നതിൻ്റെ അകത്ത് 2 എണ്ണം പറയുന്നത് 70 തുടങ്ങി 80 വരെ എന്നുള്ളതാണ്. അപ്പം 70 ഒരു സീറ്റിൻ്റെയോ 2 സീറ്റിൻ്റെയോ ഉള്ളൂ. ഇത് തന്നെയാണ് 2006 2011. പക്ഷെ ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ പുറത്തു വന്ന 7 ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത് UDF അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഭരണ തുടർച്ചയിലാണ് ഈ പറയുന്ന ഏജൻസികൾ മുഴുവനും ഉണ്ടാകുന്നത്. നോക്കൂ, വലിയ ഭരണവിരുദ്ധ വികാരം സർക്കാരിന് നേരെ ഉണ്ടായാൽ മാത്രമേ ഇത്രയും സീറ്റുകൾ കുറയുകയുള്ളൂ സർക്കാരിന്. അതുപോലെ ഒരു മേജർ വോട്ട് ഷിഫ്റ്റും ഒരു വലിയ അനുഭവവും UDF-ന് നേരെ ഉണ്ടായാൽ മാത്രമേ ഇത്രയും സീറ്റ് വർധനയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു നെക്ക് ടു നെക്ക് റിസൾട്ട് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്കൊരു തരംഗം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നെക്ക് ടു നെക്ക് ആണെങ്കിൽ അവിടെ തരംഗമല്ല, പകരം അവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. നിങ്ങൾ തരംഗമാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് LDF-ന്റെ അടിയുറച്ച മണ്ഡലങ്ങളിൽ പോലും, അതായത് LDF-ന്റെ കോട്ടകളല്ല, LDF-ലെ ചില MLA-മാരുടെ വോട്ടുകൾ 60 സീറ്റ് LDF-ന് കൊടുക്കുകയും 65 സീറ്റ് LDF-ന് കൊടുക്കുകയും 74 സീറ്റിൽ UDF വിജയിക്കുകയും ചെയ്താൽ അതെങ്ങനെ തരംഗമാവുക? അതാണ്. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഫലങ്ങൾ പറയുന്നത് നമുക്ക് തരംഗത്തിന് രണ്ട് ഏജൻസികൾ തരംഗമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാദം വരുന്നത്. പ്രശ്നം ഒരു തുല്യ ശക്തികൾ തമ്മിൽ എന്ന് നമുക്ക് നിലവിൽ ഇവിടെ UDF-നെയും LDF-നെയും കണക്ക് കൂട്ടാൻ കഴിയില്ല. തുല്യ ശക്തികളല്ല. അവസാനത്തെ ജനവിധി അനുസരിച്ച് തുല്യ ശക്തികളല്ല. 20 സീറ്റുകളിൽ 5000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ നെക്ക് ടു നെക്കാണ്. വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാലും LDF 2%. നമ്മൾ വിജയം നോക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് വെച്ചിട്ടാണല്ലോ. വോട്ട് ഷെയർ എന്നുള്ളത് വെച്ചിട്ടല്ലോ. വോട്ട് ഷെയർ ആണല്ലോ ഞാൻ പറഞ്ഞത് മേജർ ഷിഫ്റ്റ് വരേണ്ടതുണ്ട് എന്നാണ്.